എല്ലാവർക്കും മെയ് ഹിന്ദി ഈസിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഹിന്ദി സെന്റൻസുകൾ എങ്ങനെ ഈസി ആയിട്ട് നിർമ്മിക്കാമെന്നാണ്. അപ്പൊ കുറച്ച് മലയാള സെന്റൻസുകളിൽ നിന്ന് നമുക്കത് ഹിന്ദിയിലേക്ക് മാറ്റുന്ന സിമ്പിൾ രീതി നമ്മൾ ഇന്ന് പഠിക്കാൻ പോവാണ്. അപ്പൊ എല്ലാവരും റെഡി അല്ലേ? അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. എന്റെ അമ്മ. നമ്മൾ എന്റെ അമ്മയെ കുറിച്ചാണ് കുറച്ച് സെന്റൻസുകൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോ എന്റെ എന്നുള്ളതിന് ഹിന്ദിയില് മേര, മേരി, മേരെ എന്നൊക്കെ പറയാം. ഇനി അമ്മയെ മാ എന്നാണ് പറയുന്നത്. അമ്മ എന്നുള്ള വാക്ക് സ്ത്രീലിംഗം ആയതുകൊണ്ട് നമുക്ക് അവിടെ മേരി ആണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോ എന്റെ അമ്മ, മേരി മാ. എന്റെ അമ്മയുടെ പേര് ഗായത്രി എന്നാണ്. എന്റെ അമ്മയുടെ പേര് ഗായത്രി എന്നാണ്. ഈ സെന്റൻസ് നമുക്ക് എങ്ങനെ ഹിന്ദിയിൽ എഴുതാമെന്ന് നോക്കാം. എന്റെ എന്നുള്ളതിന് മേര അല്ലെങ്കിൽ മേരി. അമ്മ എന്നുള്ളത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു, മാ. അപ്പൊ എന്റെ അമ്മ മേരി മാ. ഇനി പേര് എന്നുള്ളതിന് ഹിന്ദി പറയുന്നത് നാം എന്നാണ്. പേര് നാം. ഗായത്രി എന്നാണ്. അപ്പൊ അവിടെ ഗായത്രി പേര് സെയിം ആണ് അല്ലെ? അപ്പോ അതിന്റെ കൂടെ ഇനി ആണ് എന്ന് കൂടി വരുന്നുണ്ട്. എന്റെ അമ്മയുടെ പേര് ഗായത്രി എന്നാണ്. ഇനി ഇതെങ്ങനെ ഹിന്ദിയിൽ എഴുതാൻ പറ്റും എന്ന് നമുക്ക് നോക്കാം. എന്റെ അമ്മ മേരി മാ. പേര് നാം. നാം എന്നുള്ള വാക്ക് പുല്ലിംഗം ആയതുകൊണ്ട് അമ്മയുടെ പേര് എന്ന് പറയുമ്പോൾ മാക്കാ നാം. മേരി മാക്കാ നാം ഗായത്രി എന്നാണ്. ഗായത്രി ഹേ. മേരി മാക്കാ നാം ഗായത്രി ഹേ. എന്റെ അമ്മയുടെ പേര് ഗായത്രി എന്നാണ്. അമ്മ എന്റെ ഏറ്റവും നല്ല സുഹൃത്താണ്. അമ്മ എന്റെ ഏറ്റവും നല്ല സുഹൃത്താണ്. ഇതിൽ ഏതൊക്കെ വാക്കുകൾ നിങ്ങൾക്ക് അറിയാമെന്ന് ആദ്യം നോക്കാം. അമ്മ, മാ. എന്റെ, മേര, മേരി, മേരെ. ഇനി ഏറ്റവും എന്നുള്ളതിന് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഏറ്റവും എന്നുള്ളതിന് ഹിന്ദിയിൽ സബ്സെ. ഏറ്റവും, സബ്സെ. ഇനി നല്ലത് എന്നുള്ളതിന് അച്ഛ അല്ലെങ്കിൽ അച്ചി. അച്ഛ, അച്ചി. ഇനി സുഹൃത്ത് എന്നുള്ളത് ദോസ്ത്. സുഹൃത്ത്, ദോസ്ത്. ഇനി മിത്രം എന്നാണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. അപ്പൊ അമ്മ എന്നുള്ള വാക്ക് മാ. അപ്പോ മാ മേരി സബ്സെ അച്ചി ദോസ് ഹേ. അമ്മ എന്റെ ഏറ്റവും നല്ല സുഹൃത്താണ്. മാ മേരി സബ്സെ അച്ചി ദോസ് ഹേ. മാ മേരി സബ്സെ അച്ചി ദോസ് ഹേ. അവൾ എന്നെ ഒരുപാട് സ്നേഹിക്കുന്നു. അവൾ എന്നിവിടെ ഉദ്ദേശിക്കുന്ന അമ്മയാണ്. പക്ഷെ നമ്മൾ മലയാളത്തിൽ അങ്ങനെ അമ്മയെ അവൾ എന്ന് വിളിക്കാറില്ല. പക്ഷെ ഇങ്ങനെ സെന്റൻസ് ആക്കി എഴുതുമ്പോൾ അവൾ എന്ന് എഴുതേണ്ടി വരുന്നത് കൊണ്ടാണ് കേട്ടോ. അപ്പോ അവൾ എന്നെ ഒരുപാട് സ്നേഹിക്കുന്നു. അമ്മ എന്നെ ഒരുപാട് സ്നേഹിക്കുന്നു. അപ്പൊ ഇതിൽ ഏതൊക്കെ വാക്കുകൾ നിങ്ങൾക്ക് അറിയാം നോക്കൂ. അവൾ എന്നുള്ളതിന് നമുക്ക് വഹ്. അവൻ, അവൾ, അതിനൊക്കെ നമുക്ക് വഹ് എന്നാണ് യൂസ് ചെയ്യുന്നത്. ഇനി എന്നെ എന്നുള്ളതിന് മുജ്സെ. എന്നെ, മുജ്സെ. ഒരുപാട്, ബഹുത്. ഒരുപാട്, ബഹുത്. സ്നേഹിക്കുക, പ്യാർ കർണ. വ മുജ്സെ ബഹുത് പ്യാർ കർത്തി ഹേ. വ മുജ്സെ ബഹുത് പ്യാർ കർത്തി ഹേ. അവൾ എന്നെ ഒരുപാട് സ്നേഹിക്കുന്നു. വ മുജ്സെ ബഹുത് പ്യാർ കർത്തി ഹേ. വ എന്നുള്ളത് സ്ത്രീലിംഗം ആയതുകൊണ്ടാണ് എൻഡിങ്ങിൽ കർത്തി ഹേ എന്ന് വന്നിരിക്കുന്നത്. എന്റെ അമ്മ വളരെ സുന്ദരിയാണ്. എന്റെ അമ്മ വളരെ സുന്ദരിയാണ്. അപ്പോ ഇവിടെ ഏതൊക്കെ വാക്കുകൾ നിങ്ങൾക്കറിയാം? എന്റെ എന്നുള്ളതിന് മേരി, അമ്മ, മാ. ഇനി വളരെ എന്നുള്ളതും സുന്ദരി എന്നുള്ള വാക്കുമാണ് നമുക്ക് കിട്ടേണ്ടത് അല്ലെ? അപ്പൊ അത് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. വളരെ എന്നുള്ളതിന് ബഹുത്. വളരെ, ബഹുത്. സുന്ദരി എന്നുള്ളതിന് സുന്ദർ. അപ്പോ ഇനി നിങ്ങളൊന്ന് എഴുതി നോക്കിക്കേ. എന്റെ അമ്മ വളരെ സുന്ദരിയാണ്. നമുക്ക് എങ്ങനെ എഴുതാം? മേരി മാ. എന്റെ അമ്മ വളരെ, ബഹുത് സുന്ദർ ഹേ. സുന്ദരിയാണ്. മേരി മാ ബഹുത് സുന്ദർ ഹേ. എന്റെ അമ്മ വളരെ ബ്യൂട്ടിഫുൾ ആണ്, സുന്ദരിയാണ്. അവൾ വളരെ കഠിനാധ്വാനിയും ദയയുള്ളവളുമാണ്. അവൾ വളരെ കഠിനാധ്വാനിയും ദയയുള്ളവളുമാണ്. ഇനി ഇതിൽ ഏതൊക്കെ വാക്കുകൾ നിങ്ങൾക്ക് അറിയാം, ഏതൊക്കെ വാക്കുകൾ അറിയില്ല എന്ന് ആദ്യം നോക്കുക. അവൾ ഓൾറെഡി പഠിച്ചു. വ. വളരെ, അതും നമ്മൾ കഴിഞ്ഞ സെന്റൻസിൽ പഠിച്ചു. ബഹുത്. ഇനി അടുത്ത കിട്ടേണ്ടത് കഠിനാധ്വാനി, ദയുള്ളവൾ. കഠിനാധ്വാനി എന്ന് പറയുന്നതിന് മെഹനത്തി. കഠിനാധ്വാനി, മെഹനത്തി. ദയുള്ളവൾ എന്നുള്ളതിന് ദയാലു. ദയുള്ളവൾ, ദയാലു. അപ്പോ ഇനി ഈസി അല്ലേ? പറഞ്ഞു നോക്കൂ. വ, അവൾ, വളരെ, ബഹുത്, കഠിനാധ്വാനിയും, മെഹനത്തി ഓർ ദയുള്ളവളുമാണ്. ദയാലു ഹേ.
वह बहुत मेहनती और दयालु है. वह बहुत മെഹനത്തി ഓർ ദയാലു ഹേ. അവൾ വളരെ കഠിനാധ്വാനിയും ദയുള്ളവളുമാണ്. എന്റെ അമ്മ ഒരു കുടുംബിനിയാണ്. എന്റെ അമ്മ ഒരു കുടുംബിനിയാണ്. എന്റെ അമ്മ മേരിമ്മ. ഒരു എന്നുള്ളതിന് എന്താണ് ഹിന്ദി പറയുന്നത്? ഒരുപാട് പേർക്ക് അറിയാം അല്ലെ? ഏക്. ഇനി കുടുംബിനി എന്നുള്ള വാക്കും കൂടെ നമുക്ക് കിട്ടണം അല്ലെ? ബാക്കി എല്ലാ വാക്കുകളും നിങ്ങൾക്ക് അറിയാം. എൻ്റെ അമ്മ ഒരു കുടുംബിനിയാണ്. ഒരു എന്നുള്ളതിന് ഏക് എന്നും കുടുംബിനി എന്നുള്ളതിന് ഗൃഹിണി, അതായത് ഹൗസ് വൈഫ്. എൻ്റെ അമ്മ ഒരു കുടുംബിനിയാണ്. ഇനി നിങ്ങളൊന്ന് എഴുതി നോക്കൂ. എൻ്റെ അമ്മ മേരിമ്മ. ഒരു എന്നുള്ളതിന് ഏക്. കുടുംബിനിയാണ് എങ്ങനെ വരും? ഗൃഹിണി ഹേ. മേരി മാ ഏക് ഗൃഹിണി ഹേ. എൻ്റെ അമ്മ ഒരു കുടുംബിനിയാണ്. മേരി മാ ഏക് ഗൃഹിണി ഹേ. അവൾ എൻ്റെ പഠനത്തിൽ എന്നെ സഹായിക്കാറുണ്ട്. അവൾ എൻ്റെ പഠനത്തിൽ എന്നെ സഹായിക്കാറുണ്ട്. അതായത് അമ്മ എന്നെ പഠനത്തിൽ സഹായിക്കാറുണ്ട്. ഇതിൽ അവൾ എന്ന വാക്ക് അത് നമ്മൾ നേരത്തെ പഠിച്ചു. ഇനി പഠനം, സഹായം അതിനൊക്കെ എന്താ പറയുന്നത് നോക്കാം. പഠനം എന്നുള്ളതിന് പഠായി. പഠനം പഠായി. ഇനി സഹായിക്കുക, മദത് കർണ. സഹായിക്കുക, മദത് കർണ. ഇനി നമുക്ക് സെന്റൻസ് നോക്കാം. അവൾ എൻ്റെ പഠനത്തിൽ എന്നെ സഹായിക്കാറുണ്ട്. അവൾ എൻ്റെ പഠനത്തിൽ. അപ്പോൾ പഠനം എന്നുള്ളത് പഠായി. പഠായി എന്നുള്ള വാക്ക് സ്ത്രീലിംഗം ആയതുകൊണ്ട് മേരി പഠായി. എൻ്റെ പഠനം മേരി പഠായി. ഇനി എൻ്റെ പഠനത്തിൽ. എന്ന് പറയുമ്പോൾ നമ്മൾ പഠായിയുടെ കൂടെ മേം ചേർത്ത് കൊടുക്കാം. എൻ്റെ പഠനത്തിൽ മേരി പഠായി മേം. അവൾ എൻ്റെ പഠനത്തിൽ മേരി പഠായി മേം എന്നെ സഹായിക്കാറുണ്ട്. എന്നെ എന്നുള്ളതിന് മുജെ. എന്നെ മുജെ. സഹായിക്കുക, മദത് കർണ. സഹായിക്കുക, മദത് കർണ. അപ്പോൾ എന്നെ സഹായിക്കാറുണ്ട്, മുജെ മദത് കർത്തി ഹേ. അവൾ സ്ത്രീലിംഗം ആയതുകൊണ്ടാണ് എന്നെങ്കിൽ കർത്തി ഹേ. ഓക്കെ. മേരി പഠായി മേം മുജെ മദത് കർത്തി ഹേ. അവൾ എൻ്റെ പഠനത്തിൽ എന്നെ സഹായിക്കാറുണ്ട്. മേരി പഠായി മേം മുജെ മദത് കർത്തി ഹേ. അവൾ ഞങ്ങൾക്ക് വേണ്ടി സ്വാദിഷ്ടമായ ഭക്ഷണം ഉണ്ടാക്കാറുണ്ട്. അവൾ ഞങ്ങൾക്ക് വേണ്ടി. അതിനെന്താ ഹിന്ദി പറയുന്നത്? അടുത്ത സ്വാദിഷ്ടമായ ഭക്ഷണം ഉണ്ടാക്കാറുണ്ട്. ഈ വാക്കുകളെല്ലാം നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഞങ്ങൾക്ക് വേണ്ടി. ഞങ്ങൾ എന്നുള്ളതിന് ഹം എന്നാണ് പറയുന്നത്. ഇനി വേണ്ടി എന്നാവുമ്പോൾ കേലിയേ ഫോർ. ഓക്കെ. ഞങ്ങൾക്ക് വേണ്ടി എന്നാവുമ്പോൾ ഹമ്മിൻ്റെ കൂടെ കേലിയെ ചേർക്കുമ്പോൾ ഹമാരെ ലിയേ. ഞങ്ങൾക്ക് വേണ്ടി ഹമാരെ ലിയേ. സ്വാദിഷ്ടമായ, ടേസ്റ്റുള്ള, അതിനെ നമ്മൾ സ്വാദിഷ്ട എന്നാണ് പറയുന്നത്. ഭക്ഷണം ഖാന. ഭക്ഷണം ഖാന. ഉണ്ടാക്കുക. ഉണ്ടാക്കുക മേക്കിംഗ്, അതിനെ നമ്മൾ ബനാന. ഉണ്ടാക്കുക ബനാന. ഇനി ഇതിനെ നമുക്ക് ഹിന്ദി പറയുന്നത് നോക്കാം. അവൾ ഞങ്ങൾക്ക് വേണ്ടി സ്വാദിഷ്ടമായ ഭക്ഷണം ഉണ്ടാക്കാറുണ്ട്. അവൾ ഞങ്ങൾക്ക് വേണ്ടി ഹമാരെ ലിയേ. സ്വാദിഷ്ടമായ, സ്വാദിഷ്ട ഭക്ഷണം ഖാന ഉണ്ടാക്കാറുണ്ട്, ബനാത്തി ഹേ. അവൾ ഞങ്ങൾക്ക് വേണ്ടി സ്വാദിഷ്ടമായ ഭക്ഷണം ഉണ്ടാക്കാറുണ്ട്. ഹമാരെ ലിയേ സ്വാദിഷ്ട ഖാന ബനാത്തി ഹേ. ഇവിടെ വഹ് എന്നുള്ളത് സ്ത്രീലിംഗം ആയതുകൊണ്ടാണ് എൻഡിങ്ങിൽ ബനാത്തി ഹേ. അമ്മ ഉണ്ടാക്കാറുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ടാണ് ബനാത്തി ഹേ എന്ന് വന്നിരിക്കുന്നത്. എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത സെന്റൻസ് നോക്കാം. അമ്മ എൻ്റെ ആദ്യത്തെ അധ്യാപികയാണ്. അമ്മ എൻ്റെ ആദ്യത്തെ അധ്യാപികയാണ്. അമ്മ എന്നുള്ള വാക്ക് നമുക്കറിയാം മാ. എൻ്റെ മേര അല്ലെങ്കിൽ മേരി. ആദ്യത്തെ ആ വാക്ക് നമുക്ക് പഠിക്കാനുണ്ട്. അതുപോലെ അധ്യാപിക, അധ്യാപകൻ, അധ്യാപിക. അതിന് രണ്ടിനും രണ്ട് വാക്കാണ്. അപ്പൊ ആദ്യത്തെ എന്നുള്ളതിന് പഹല അല്ലെങ്കിൽ പാലി. അപ്പോൾ പുല്ലിംഗിന്റെ കൂടെ ആണെങ്കിൽ പേല ചേർക്കണം, സ്ത്രീലിംഗിന്റെ കൂടെ ആണെങ്കിൽ പാലി. അപ്പോൾ ആദ്യത്തെ എന്നുള്ള അർത്ഥം വരാൻ പെഹല അല്ലെങ്കിൽ പാലി യൂസ് ചെയ്യണം. ഇവിടെ അധ്യാപിക എന്നുള്ള വാക്കിനൊപ്പം ആയതുകൊണ്ട് നമ്മൾ പെഹലി ആണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അധ്യാപിക എന്നുള്ള വാക്കിന് ഹിന്ദി പറയുന്നത് ശിക്ഷിക. അധ്യാപകൻ എന്നായിരുന്നുവെങ്കിൽ ശിക്ഷക്, അധ്യാപിക, ശിക്ഷിക. അപ്പോൾ ആദ്യത്തെ അധ്യാപിക എന്നെങ്ങനെ പറയാം? പെഹലി ശിക്ഷിക. ഇനി ആദ്യത്തെ അധ്യാപകൻ എന്നായിരുന്നുവെങ്കിൽ
പെഹല അധ്യാപക് എന്നായേനെ. ഇനി നമുക്ക് ഈ സെന്റൻസ് ഒന്ന് മൊത്തത്തില് ഹിന്ദിയിലേക്കാക്കി നോക്കാം. അമ്മ എന്റെ ആദ്യത്തെ അധ്യാപികയാണ്. അമ്മ മാ. എന്റെ മേരി ആദ്യത്തെ അധ്യാപിക പഹലി ശിക്ഷിക ആണ്. ഹേ മാ മേരി പഹലി ശിക്ഷിക ഹേ. അമ്മ എന്റെ ആദ്യത്തെ അധ്യാപികയാണ്. മാ മേരി പഹലി ശിക്ഷിക ഹേ. ഞാൻ എന്റെ അമ്മയെ ഒരുപാട് സ്നേഹിക്കുന്നു. ഞാൻ എന്റെ അമ്മയെ ഒരുപാട് സ്നേഹിക്കുന്നു. ഈ സെന്റൻസിൽ ഏതൊക്കെ വാക്കുകൾ നിങ്ങൾക്ക് അറിയാം, ഏതൊക്കെ വാക്കുകൾ അറിയില്ല എന്ന് നോക്കുക. ഞാൻ എന്നുള്ളതിന് എന്താണ് പറയുന്നത്? എൻ്റെ അമ്മ, അതുപോലെ ഒരുപാട്, സ്നേഹിക്കുക, ഇത്രയും വാക്കുകളാണ് ഇത് വരുന്നത്. ഞാൻ എന്നുള്ളതിന് മേം എന്നാണ് ഹിന്ദിയിൽ യൂസ് ചെയ്യുന്നത്. ഇനി അമ്മ എന്നുള്ളതിന് മാ, പക്ഷേ അമ്മയെ എന്നാവുമ്പോൾ ചെറിയ വ്യത്യാസം വരുന്നു. മാസേ. സ്നേഹിക്കുക അതിന് ഹിന്ദിയിൽ പ്യാർ കർണ. സ്നേഹിക്കുക, പ്യാർ കർണ. ഇനി ഇതിൻ്റെ ഇടയിൽ വരുന്ന കുറച്ച് വാക്കുകൾ നേരത്തെ പഠിച്ചതാണ്. ഒരുപാട് എന്നുള്ളതിന് ബൗത്ത്, എൻ്റെ എന്നുള്ളതിന് മേരി അല്ലെങ്കിൽ അപ്പനി എന്ന് യൂസ് ചെയ്യാം. ഞാൻ എൻ്റെ അമ്മയെ ഒരുപാട് സ്നേഹിക്കുന്നു. എങ്ങനെ പറയാം? ഞാൻ മേ. എൻ്റെ അമ്മയെ അപ്പനി മാസേ. എൻ്റെ അമ്മയെ അപ്പനി മാസേ ഒരുപാട് ബഹുത് സ്നേഹിക്കുന്നു. പ്യാർ കർത്തി ഹൂ. ഈ സെന്റൻസിൽ മേം എന്നുള്ള വാക്കുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് എന്തെങ്കിലും ഹും വരുന്നത്. അതായത് പ്രസന്റിൽ ഇപ്പം നമ്മൾ ഒരാളെ ഇഷ്ടപ്പെടുന്നു, സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ ആ സെന്റൻസിൽ മേം എന്നുള്ള വാക്കിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്തെങ്കിലും നമ്മൾ ഹും ചേർത്ത് കൊടുക്കേണ്ടതാണ്. അപ്പൊ ഒന്നുകൂടി നോക്കാം. ഞാൻ എൻ്റെ അമ്മയെ ഒരുപാട് സ്നേഹിക്കുന്നു. ഞാൻ മേ. എൻ്റെ അമ്മയെ അപ്നി മാസേ ഒരുപാട് ബഹുത് സ്നേഹിക്കുന്നു. പ്യാർ കർത്തി ഹൂ. മേ അപ്നി മാസേ ബഹുത് പ്യാർ കർത്തി ഹൂ. അപ്പൊ ഇത്രയും സെന്റൻസുകളാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. ഇനി നമുക്കത് മൊത്തത്തിലൊന്ന് നോക്കാം. മേരി മാ എൻ്റെ അമ്മ. മേരി മാ എൻ്റെ അമ്മ. മേരി മാ കാ നാം ഗായത്രി ഹേ. മേരി മാ കാ നാം എൻ്റെ അമ്മയുടെ പേര് ഗായത്രി ഹേ. ഗായത്രി എന്നാണ്. മാ മേരി സബ്സെ അച്ചി ദോസ് ഹേ. മാ അമ്മ, മേരി എൻ്റെ, സബ്സെ ഏറ്റവും, അച്ചി ദോസ് ഹേ നല്ല സുഹൃത്താണ്. മാ മേരി സബ്സെ അച്ചി ദോസ് ഹേ അമ്മ എൻ്റെ ഏറ്റവും നല്ല സുഹൃത്താണ്. വ മുജ്സെ ബഹുത് പ്യാർ കർത്തി ഹേ. വ അവൾ, മുജ്സെ എന്നെ, ബഹുത് പ്യാർ കർത്തി ഹേ വളരെയധികം സ്നേഹിക്കുന്നു. അമ്മ എന്നെ വളരെയധികം സ്നേഹിക്കുന്നു. മേരി മാ ബഹുത് സുന്ദർ ഹേ. മേരി മാ എൻ്റെ അമ്മ, ബഹുത് വളരെ, സുന്ദർ ഹേ സുന്ദരിയാണ്. എൻ്റെ അമ്മ വളരെ സുന്ദരിയാണ്. മേരി മാ ബഹുത് സുന്ദർ ഹേ. वो बहुत मेहनती और दयालु है. वो അവൾ, बहुत വളരെ, मेहनती കഠിനാധ്വാനി, और दयालु है ദയുള്ളവളുമാണ്. वो बहुत मेहनती और दयालु है അവൾ വളരെ കഠിനാധ്വാനിയും ദയുള്ളവളുമാണ്. മേരി മാ एक गृहिणी है. മേരി മാ എൻ്റെ അമ്മ, एक ഒരു, ഗൃഹിണി ഹേ കുടുംബിനിയാണ്. മേരി മാ एक गृहिणी है എൻ്റെ അമ്മ ഒരു കുടുംബിനിയാണ്. वो मेरी पढ़ाई में मुझे मदद करती है. वो അവൾ, മേരി പഠായി മേം എൻ്റെ പഠനത്തിൽ, മുझे എന്നെ, മദത് करती है സഹായിക്കാറുണ്ട്. वो हमारे लिए स्वादिष्ट खाना बनाती है. वो അവൾ, हमारे लिए ഞങ്ങൾക്ക് വേണ്ടി, സ്വാദിഷ്ടമായ, ഖാന ഭക്ഷണം, ബനാത്തി ഹേ ഉണ്ടാക്കാറുണ്ട്. മാ മേരി പഹലി ശിക്ഷിക ഹേ. മാ അമ്മ, മേരി എൻ്റെ, പഹലി ശിക്ഷിക ആദ്യത്തെ അധ്യാപികയാണ്. ശിക്ഷിക ഹേ. മാ മേരി പഹലി ശിക്ഷിക ഹേ അമ്മ എൻ്റെ ആദ്യത്തെ അധ്യാപികയാണ്. മേ അപ്നി മാസെ ബഹുത് പ്യാർ കർത്തി ഹൂ. മേ ഞാൻ, അപ്നി മാസെ എൻ്റെ അമ്മയെ, ബഹുത് വളരെ, പ്യാർ കർത്തി ഹൂ സ്നേഹിക്കുന്നു. അപ്പൊ ഇന്ന് നമ്മൾ പഠിച്ചത് കുറച്ച് മലയാള സെന്റൻസുകൾ ഈസി ആയിട്ട് ഹിന്ദിയിലേക്ക് എങ്ങനെ മാറ്റി എഴുതാം, നമുക്ക് സ്വയം എങ്ങനെ എഴുതാം എന്നാണ് ഇന്ന് നമ്മൾ നോക്കിയത്. അപ്പൊ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കുക. അപ്പൊ ഇതുപോലുള്ള യൂസ്ഫുൾ കണ്ടന്റുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.